കുറച്ച് സമയം ഒന്നും മിണ്ടാവുന്നു. ടെവിൻ കൂക്കിയുടെ അടുത്ത് പറഞ്ഞു. എന്ത് സാധനം തലയിലേക്ക് എടുത്ത് വെച്ചിട്ടേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. അവസാനമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാമോ? എന്ത് തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നീ ഇതിന് നിൽക്കണ്ട, വിട്ടേര്. മനസ്സിലായല്ലോ? ഇന്നുണ്ടായതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവരുത്. ആര് പറഞ്ഞു എനിക്ക് നിന്നെ പറ്റി ഒന്നും അറിയില്ല? എനിക്ക് നിന്നെ പറ്റി എല്ലാം അറിയാം, എല്ലാം. നിങ്ങളോട് നിങ്ങൾക്ക് എന്നെ പറ്റി എന്ത് ചെയ്യുമ്പോഴാണ് അറിയാം? ഒന്ന് പറഞ്ഞു തരാമോ? ആദ്യം ഞാൻ നിന്നെ പറ്റി വിചാരിച്ചത് ഞാൻ ഈ പിശാചിനെ കണ്ട് ജീവിക്കുന്നതുകൊണ്ട് ഞാനൊരു കുട്ടി പിശാചാണെന്ന്. പക്ഷെ ആ തീരുമാനം ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് മാറ്റി. എന്തേ പിശാച് മാല കേട്ടു മാറി? അയ്യടാ, ഒരു മാലാഖൻ. പിശാച് മാലാഖയായിട്ട് മാറിയതല്ല, എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഞാന് ചെകുത്താന്റെ രാജാവാണ്. ചെകുത്താന്റെ രാജാവ്? കൊള്ളാലോ, അതെനിക്ക് ഇഷ്ടമായി. ഇല്ലെങ്കിലും എനിക്ക് ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനൊക്കെ ഭയങ്കര ഒരു താല്പര്യം. അപ്പോ നമുക്ക് മനസ്സിലായി ഞാൻ എന്താണുള്ളത്, അതിലെ സന്തോഷം. അപ്പോ അതറിഞ്ഞിട്ട് കഴിക്കാം, മനസ്സിലായോ? ഹലോ, തെറ്റിപ്പോയി. എനിക്കും ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നീ എന്താണ് അതുകൊണ്ട് നീ എനിക്ക് എന്താണ് തോന്നിയതെന്ന് എന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതല്ല. ഇനിയും എന്നെ കൊണ്ടത് പറയിപ്പിക്കുമെന്നാണെങ്കിൽ ഞാൻ പറയാം. അതെ, ഞാൻ നിന്നോട് കാര്യമായിട്ട് പറഞ്ഞതാണ്. ആവശ്യമില്ലാത്തവരൊന്നും മനസ്സിലേക്ക് വെച്ച് കേട്ടാൻ നിൽക്കണ്ട. കാരണം നിനക്കെന്നെ പറ്റി ഒന്നും അറിയില്ല. നീ പറഞ്ഞ ചെകുത്താനുണ്ടല്ല, എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. നിർത്തിയേക്ക്. ഞാൻ ആവശ്യമില്ലാത്തൊന്നും മനസ്സിലേക്ക് വെച്ച് കയറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ളത് കയറ്റിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പോകുന്നു. ബാക്കി നാളെ നോക്കാം. ചേട്ടോടി ഇതന്നെ തന്നെയോ? എന്നെ കൊണ്ട് ചുമ്മാ പറയിപ്പിക്കല്ലേ. നിനക്ക് എന്നെ ചെകുത്താന്റെ രാജാവാക്കാനുണ്ടെങ്കിൽ എനിക്ക് നിന്നെ പൂതനയാക്കാം. പിന്നെ മോള് ഇന്ന് കളിച്ച കളി ഇനി മേലാൽ ആവർത്തിക്കരുത്, മനസ്സിലായല്ലോ? നല്ല രീതിയിൽ നിൽക്കുന്ന തന്നെ ചുമ്മാ വിടക്കാക്കരുത്. പേടിപ്പിക്കണം എന്നാ ഞാൻ പേടിച്ചു പോലെ. പിന്നെ എന്റെ നോട്ടം നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നോട് ഞാൻ ഭാഷയൊന്നും പിടിക്കുന്നില്ലല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്നോട് ഇങ്ങോട്ട് നോക്കണ്ടെന്ന് പറയാൻ ഞാൻ ആരുമല്ല. അതും പറഞ്ഞു ടെവിൻ ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയി.
ഈ സമയത്ത് നമ്മുടെ ജിമിൻ ക്ലാസിൻ്റെ പുറത്ത് കൂക്കിയെ കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി നടന്നു ചെന്നു. അവനോട് പറഞ്ഞു, ജിമിൻ, തിരക്കിലാണോ താൻ? അല്ല, എന്താണ്? എന്ത് പ്രശ്നമുണ്ടോ? ഈ പ്രശ്നമൊന്നുമില്ല. ഞാൻ തിരക്കിലല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതായിരുന്നു. സംസാരിക്കാൻ എന്താ ചോദിച്ചോ? എന്തെങ്കിലും കാര്യം അറിയണ്ടോ? അയ്യോ അല്ല, ജിമിനെന്നറിയാൻ മതിയല്ല, പക്ഷെ എൻ്റെ അച്ഛനറിയാൻ മതിയോ? ജിമിൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ഷോപ്പിലാണ്. അല്ല, ചേട്ടൻ്റെ മോളാണോ? ആണോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സോറി, എനിക്ക് മനസ്സിലായില്ല. ഇവിടെയാണോ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ അതെ, എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ സയൻസിലാണ്. കാണാൻ വഴിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം. ആ അല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ക്ലാസ് കഴിഞ്ഞില്ല? എന്താ, പോകാനായില്ലേ? ആ ക്ലാസ് കഴിഞ്ഞു, പോവാണ്. അല്ല, ഇന്ന് വർക്കില്ലേ, വരുന്നില്ലേ? ആ, ഞാൻ എൻ്റെ കസിൻ ഒരാളുണ്ട്, അവളുടെ വീട്ടിലാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് നേരിട്ട് പോകാറാണ് സാധാരണ. എന്നാ അപ്പോൾ ശരി. ആ ശരി, എന്നാൽ പിന്നെ കാണാം. ഞാൻ വരട്ടെ. ഈ സമയം ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ദൂരെ നിന്നൊരാൾ ജിമിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ജിമിൻ പെട്ടെന്ന് തല തിരിഞ്ഞപ്പോൾ ഒരാളവിടെ ഏട്ടൻ കണ്ടിട്ട് നിൽക്കുന്നത് കണ്ടു. അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവനൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നിന്നു. ഈ പെണ്ണിതെന്താ ഇങ്ങനെ നോക്കുന്നത്? വേറെ എന്തെങ്കിലും വിചാരിച്ചാണോ? ഏയ്, നമ്മുടെ സ്വഭാവം അറിയുന്നതല്ലേ, പിന്നെന്ത് വിചാരിക്കാനാ? ഇനി വല്ലതും വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, ഇനി കൂക്കിയുടെ അടുത്തെങ്ങാനും പോയി പറഞ്ഞാൽ അത് മതി. പോയിട്ടങ്ങ് നൈസായിട്ട് കാര്യം പറഞ്ഞേക്കാം. ഇയാളെന്താടോ ഇവിടെ അങ്ങനെ നിൽക്കുന്നത്? വീട്ടിൽ പോകാറായില്ലേ? പിന്നെന്താ ഇവിടെ? എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ കൂക്കി വരണമെന്ന് എനിക്കറിയില്ല. പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? ചുമ്മാ ചോദിച്ചതാടോ, താനെന്തിനങ്ങനെ ചൂടാവുന്നേ? ആര് ചൂടായി? എൻ്റെ ടോൺ എങ്ങനെ? ഞാനിങ്ങനെയാണ് സംസാരിക്കാറ്. അല്ല, ഇയാളെന്താ അവിടെ? അതാരാ? ആ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ്, അവളെവിടെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിച്ചതോ? എന്തേ? ഫ്രണ്ടിൻ്റെ കസിൻ? ആ, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചത്. എന്നാൽ ശരി, ഞാൻ പോട്ടെ. കൂക്കിനോട് പറഞ്ഞേക്കാം, ഞാൻ വഴിയിലുണ്ടാവും. ഇത് എന്നാ നിങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ പോരെ? ഞാനെന്നാ പോട്ടെ, ഞങ്ങൾ ഒരുമിച്ച് പോകും. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ വഴിയിലുണ്ടാവുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഒരുമിച്ച് പോകാറ്. ഇതും പറഞ്ഞു അനീറ്റ ദേഷ്യപ്പെട്ട് നടന്നുപോയി. ജീവൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല. ജീവനറിയായിരുന്നു അനീറ്റയ്ക്ക് കുക്കിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണ് അവൾ ദേഷ്യം പിടിച്ചതെന്ന് ജീവൻ വിചാരിച്ചു. പക്ഷെ ശരിക്കും അതുകൊണ്ടാണോ അനീറ്റ ദേഷ്യം പിടിച്ച? ആണോ അനി? രാത്രി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് ജിമിൻ വീട്ടിലേക്ക് കയറിയപ്പോൾ ജിമിനോട് ജിമിൻ്റെ അമ്മ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, എടാ നീ എന്ത് ഇത്ര നേരം വയ്യ? നിന്നോട് അച്ഛനൊന്ന് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ചെല്ല, ഒന്ന് പോയി കണ്ടുവാ. എന്നിപ്പോൾ കണ്ടിട്ട് എന്താ? ശരി, ഞാൻ പോയി വരാം. ജിമിൻ പതിയെ നടന്നു അച്ഛൻ്റെ റൂമിൻ്റെ മുമ്പിലെത്തി. വാതിലിൻ്റെ പുറത്ത് നിന്ന് 2 പ്രാവശ്യം ആ ഡോറിന് മുട്ടി. അദ്ദേഹം വാതിൽ തുറക്കാൻ പറഞ്ഞു. അവൻ പതിയെ വാതിൽ തുറന്നു അകത്തേക്ക് കയറി. അച്ഛൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അമ്മ പറഞ്ഞു. അത് നീ അത് എത്ര വൈകിയ? അത് പോട്ടെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്.
നമ്മുടെ പൊന്നൂൻ്റെ കാര്യത്തിൽ നീ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അവളെ കാര്യത്തിൽ എന്താ? അവളെ കാര്യത്തിൽ എന്ത് ശ്രദ്ധിക്കാനാ? അവൾ നന്നായിട്ടാണല്ലോ പോണേ. അവൾ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. എന്നാലും നിൻ്റെ കണ്ണ് അവളുടെ മുള്ളു വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ പെണ്ണാണ് അവൾ, നീയാണ് അവളെ നോക്കേണ്ടത്. ആ ഒരു ബോധം ഉണ്ടായും കൊണ്ട് എപ്പോഴും ഒരു കണ്ണ് അവളുടെ മുകളിൽ വയ്ക്കുക. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, ഇതിൻ്റെ മേലിൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. അതിപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം അവളുടെ കാര്യം നന്നായിട്ട് നോക്കാം. പിന്നെ അവൾ അങ്ങനെ പോകുന്നൊരു കുട്ടിയാണെന്നുള്ളത് നിങ്ങളുടെ മാത്രം തോന്നലാണ്. എനിക്കങ്ങനെ ഒരു തോന്നലില്ല എന്തായാലും. ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട, നീ ചെല്ലും. പിന്നെ നിനക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിച്ചു വാങ്ങാൻ മടിക്കരുത്. മനസ്സിലായല്ലോ? നിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ നടന്നു പോകണം. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതിന് വേറൊരാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുവാണേ ഞാൻ വരണ്ട്. ഇപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എന്നും അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? അത് മുഴുവനാക്കിയിട്ട് പോകും. ഒന്നുമില്ല, ഞാൻ പോയി കിടക്കട്ടെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ കുറച്ച് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. കൂക്കിക്ക് ടെവിനെ വളയ്ക്കാനൊന്നും കഴിഞ്ഞില്ല. അവർ എക്സാം കഴിഞ്ഞു. പിന്നെ കൂക്കിയും ടെവിനുമായിട്ടുള്ള കണ്ടുമുട്ടൽ പതിയെ കുറഞ്ഞു. അങ്ങനെ 2 മാസത്തെ ആ ഒരു വെക്കേഷൻ്റെ സമയത്ത് കൂക്കി ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി അനിയുടെ വീട്ടിലേക്കൊന്ന് പോയി. ഒരു രസത്തിന് വേണ്ടി അവർ രണ്ടുപേരും കൂടി അന്ന് അവളെ എടുത്തു വെച്ച നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ അനിയുടെ ഫോണിൽ നിന്ന് അവർ വിളിക്കാൻ തീരുമാനിച്ചു. ഇതിൽ 2 നമ്പറില്ലേ, ഏതെന്ന് വിചാരിച്ചിട്ടാ വിളിക്കുന്നത്? നീ 2 നമ്പറിലേക്ക് വിളി. 2 ഒരു നമ്പർ ആയിരിക്കും. ആദ്യം എടുക്കുന്ന എന്തായാലും അവനായിരിക്കും. വിളി വിളി വിളി. ഞാൻ വിളിക്കാനോ? നീ വിളിക്ക്. ഞാൻ വിളിക്കുള്ളൂ, എനിക്ക് പേടിയാണ്. നീ വിളിക്ക്, ഞാൻ സപ്പോർട്ടായിട്ട് ഇവിടെ കൂടെ തന്നെ ഉണ്ടാവും. നീ വിളി. ഓ ഇങ്ങോട്ട് കൊണ്ട നോക്കട്ടെ. അങ്ങനെ ഫോണ് ബെല്ലടിഞ്ഞു. അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഒരാൾ ഫോണെടുത്തു. ഹലോ, ആരാണ്? ഹലോ. കട്ടാക്ക് കുരുപ്പെ, ഫോണ് കട്ടാക്ക്. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ അത് അവളുടെ അമ്മയുടെ അച്ഛൻ്റെ ആർക്കെങ്കിലും ആയിരിക്കുന്നു. നീ മറ്റേ നമ്പറിൽ വിളി. അങ്ങനെ അപ്പം തന്നെ അവർ അടുത്ത നമ്പറിലേക്ക് ഫോൺ ചെയ്തു. അപ്പോഴും ഫോൺ എടുത്തത് അവർ തന്നെയാണ്. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, ആരാന്ന് പറഞ്ഞേ? അവർ പേടിച്ചുകൊണ്ട് വേഗം ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ആ നമ്പറിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് നിർത്താതെ ഫോൺ വരാൻ തുടങ്ങി. അവർക്ക് രണ്ടുപേർക്കും പേടിയായി. അവസാനം അവർ അറിയാതെ വിളിച്ചതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അയ്യോ സോറി, നമ്പർ മാറി വിളിച്ചതാണ് കേട്ടോ. സോറി, കേട്ടെ. ഓഹോ, നമ്പർ മാറിയതാണോ? അപ്പം നമ്പർ മാറിയിട്ടാണോ ഞങ്ങളുടെ വീട്ടിലെ 2 സിമ്മിലെ നമ്പറിലേക്കും ഒരുപോലെ ഒരേ ടൈമിൽ തന്നെ ഫോൺ വന്നേ? ഇതാരാന്ന് പറഞ്ഞേ? കൂക്കി ഒന്നും മിണ്ടാതെ പരുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൂക്കിയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ മോള് പേടിക്കണ്ട, ഞാൻ ചുമ്മാ ഒന്ന് തമാശയ്ക്ക് പറഞ്ഞതല്ലേ. ഇയാൾ വിളിച്ച ആളെന്തായാലും പുറത്തു പോയതാ. അവനിങ്ങനൊരു സൂക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നതാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല. എന്തായാലും അവൻ വരട്ടെ, ഞാൻ വിളിക്കാൻ പറയാം. എന്തായാലും ഈ വിളിച്ച ആളെ പേരൊന്ന് പറയാമോ? അതറിയാൻ പറ്റുമോ? എൻ്റെ പേര് കൂക്കിയാണ്. പക്ഷെ ഞാൻ വിളിച്ച കാര്യം പറയില്ല, കാരണം എനിക്ക് ചീത്ത അതിൻ്റെ ആവശ്യമില്ല. ഏയ് ഇല്ലല്ല, അവൻ ചീത്തൊന്നും പറയില്ല. അവൻ കാഴ്ചയ്ക്ക് കുറച്ച് ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ. ആളൊരു പാവാണ്. ഞാനൊന്ന് നോക്കി അവൻ പേടിക്കും. പിന്നെ ഇടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിക്കുക. ഈ നമ്പർ എൻ്റെതാണ്, മറ്റേതാണ് അവൻ്റെ നമ്പർ. അവനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പറും അവൻ തന്നതാണല്ലേ. അയ്യോ, ഈ നമ്പർ തന്നതാണെന്നൊക്കെ ചോദിച്ചു. എന്നാ ശരി, ഞാൻ കട്ടാക്കുവാണേ, പിന്നെ വിളിക്കാം.
കൂക്കി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കൂക്കി ആകെ പേടിച്ച് ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും എന്താ ചെയ്യണ്ടേന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പക്ഷെ ആ സമയത്ത് കൂക്കി അവിടെ ഇല്ലായിരുന്നു. അനീറ്റയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അനീറ്റ ഫോൺ എടുത്തു. അപ്പുറത്ത് നിന്നുള്ള സൗണ്ട് കേട്ട് അനീറ്റയുടെ പാതി ജീവൻ പോയി. നീ എന്റെ അമ്മച്ചിനെ വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? നീ എന്റെ മക്കളാണെന്നോ? എപ്പോഴാണ് ഞാൻ നിന്റെ അടുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞേ? എപ്പോഴാണ് ഞാൻ നിനക്ക് എന്റെ നമ്പർ തന്നെ പറയണി? ബ്രദറൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ വേറെ ആളെ ഫോണിൽ അവള് വിളിച്ചതാ, ഞാനല്ല. നീ അവളുടെ മുറിക്കിനൊക്കെ നീയാണോ എന്റെ അമ്മച്ചിനെ വിളിച്ചിട്ട് വേണ്ടാത്ത പറഞ്ഞേ? നിനക്കൊക്കെ എന്തിന്റെ കേടാ? നിനക്ക് ഞാൻ ഒതുക്കി വിട്ടതാണ്. ഇതിന്റെ ഇടയ്ക്ക് ചൊറിയാൻ വരാതെ വീണ്ടും